കുക്കു. എന്താ നിരൂപേട്ട? ഏയ് ഒന്നുമില്ല. മോളെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? വെറുതെ ഒരു രസം. മോക്ക് വിഷമായോ ഞാനങ്ങനെ വിളിച്ചത്? എന്താ? നേരത്തെ ഞാൻ മാക്രിക്കുഞ്ഞെന്ന് വിളിച്ചില്ലേ, അതാണ്. അതെല്ലാരും വിളിക്കുന്നതല്ലേ, അതൊന്നും സാരമില്ല. ഏട്ടന് മഴ ഇഷ്ടമാണോ? എനിക്ക് പെയ്യുന്നത് കാണാൻ ഇഷ്ടമാണ്, പിന്നെ ആസ്വദിക്കാനും. പക്ഷേ നനയാൻ അത്ര ഇഷ്ടമല്ല. ബെസ്റ്റ്, നനയുന്നതല്ലേ സുഖം. ആവോ, എന്നേക്കാൾ മഴ ഇഷ്ടം അവനാ, നിരഞ്ജന്. മഴ എന്ന് വെച്ച് അവന് ഭ്രാന്ത. ആഹാ, എന്നിട്ടാണോ ഞാൻ ഇന്ന് മഴയത്തൊന്ന് തള്ളിയിട്ടതിന് ഇത്രയും ഷോ ഓഫ് കാണിച്ചത്? കുക്കു, അത് പിന്നെ കുക്കു, ജസ്റ്റ് എ മിനിറ്റ്. ആഹാ, മാക്രിക്കുഞ്ഞ് മഴ ആസ്വദിക്കാണോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ആ പേര് വിളിക്കരുതെന്ന്. ഓഹോ, മാക്രിക്കുഞ്ഞ് ഗൗരവത്തിലാണല്ലോ. ആണെങ്കിൽ തനിക്കെന്താ? ഏയ് എനിക്കൊന്നുമില്ല, ചോദിച്ചേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഒരു ചുരിദാറിന്റെ കെട്ടഴിച്ച ബന്ധമുണ്ടല്ലോ. താൻ ആ കാര്യം ആരോടെങ്കിലും പറഞ്ഞ അന്ന് തന്റെ അന്ത്യമായിരിക്കും. നിക്കടിയോടെ. കൈ ഇവിടെ എനിക്ക് വേദനിക്കുന്നു. എന്തോന്ന് കേട്ടില്ല? ചേട്ടാ വേദനിക്കുന്നു. അങ്ങനെ അല്ലല്ലോ എന്റെ മോള് നേരത്തെ വിളിച്ചത്. സോറി സോറി സോറി, ഇനി അങ്ങനെ വിളിക്കില്ല. അങ്ങനെ വഴിക്ക് വാ, പൊയ്ക്കോ. കാലം എന്തിനു തിരിക്കില്ല തിരിച്ചത്? കൈ ചുവന്നു വന്നു. എന്തെങ്കിലും മൊഴിഞ്ഞോ ആവോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. എന്താടോ, പേടിച്ചു പോയോ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയി ഡോക്ടറെ. ആ, നല്ല ജീവൻ പോയോ? എവിടെ? കാണുന്നില്ലല്ലോ. ഓഹോ, തമാശയായിരിക്കും. ഹേയ്, വെറുതെ. അല്ല, ഡോക്ടർ എന്താ ഇവിടെ നിൽക്കുന്നേ? അത് എനിക്കൊരു കോള് വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് മാറിയതാ. ഞാൻ അവിടെ കുക്കുമായിട്ട് സംസാരിക്കുമായിരുന്നു. ആഹാ, എന്നിട്ട് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. ഫ്രണ്ട് വിളിച്ചതാ. ഫ്രണ്ട് ഗേൾ ആണോ ബോയ് ആണോ? ബോയ് ആണ് മാഡം. നമ്മളെന്ന് വിളിക്കാൻ ഇതുവരെ ഗേളൊന്നും ആയിട്ടില്ല. അതെന്താ, ഡോക്ടർ പെൺകുട്ടികൾക്ക് നമ്പർ കൊടുക്കില്ല? ആ, കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നണം. ഓഹോ, അപ്പോ തോന്നിയവർക്കൊക്കെ നമ്പർ കൊടുക്കോ ഡോക്ടർ? അല്ല, ഇയാളെന്തിനാ എന്നെ ഡോക്ടർ എന്ന് വിളിക്കുന്നത്? നിരൂപ എന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ കുക്കു വിളിക്കുന്ന പോലെ നിരൂപേട്ടാന്ന് വിളിച്ചൂടെ? ഓ സോറി, ഞാനത് പെട്ടെന്ന് വായിൽ വന്നപ്പോ അങ്ങനെ വിളിച്ചതാ. അത് പോട്ടെ. താനെങ്ങനെയാ കുക്കുവിനെ പോലെ മഴയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? ഏയ്, ഞാൻ അവർക്ക് നേരെ ഓപ്പോസിറ്റാ. മഴ മാറി നിന്ന് കാണും, അത്രേ ഉള്ളൂ. ഇടിയൊക്കെ അപ്പൊ പേടിക്കും. ഇടിയും മിന്നലും പേടിയാണല്ലേ? ഓ, ഐ ആം സോറി. അതെ, ഇടിയും മിന്നലും ഇത്ര പേടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാം കേട്ടോ. ഇതൊരു ശീലമാക്കണ്ട. കുക്കുമോളെ, ഇന്ന് ചേച്ചിയുടെ കൂടെ കിടന്നോ? ചേട്ടന്മാർ രണ്ടും മോളുടെ മുറി കിടന്നോട്ടെ. കുക്കു, അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ, ഇന്നൊരു ദിവസത്തേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാകുന്നു കുക്കു. എന്താ? ഒരു ഭാര്യയ്ക്ക് വേണ്ട ചില ഗുണങ്ങൾ നിനക്കുണ്ട്. കട്ടിലിൽ ഒരു ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാൻ ഭാര്യ ആകണമെന്നൊന്നുമില്ല. ശരിയാ, ഭാര്യയ്ക്ക് മാത്രമല്ല ആർക്കും വിരിക്കാം. പക്ഷെ ഒരു പെണ്ണ് വിരിക്കുന്നത് അത് അവളുടെ പുരുഷന് വേണ്ടി മാത്രം ആകണം. എന്തോന്ന്? മോള് കിടന്നില്ലേ ഇതുവരെ ഏറ്റവും? ഇല്ലേട്ടാ. ആഹാ, നേരെ ഒരുപാടായി കുക്കു. പോയി കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആളൊരു മരം കയറിയാണെങ്കിലും അത്യാവശ്യം ബുക്സ് വായിക്കുന്ന കൂട്ടത്തിലാണ്. ഷെൽഫ് നിറയെ ബുക്ക്. അതാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്, കൂട്ടത്തിൽ ഇച്ചിരി വിവരമുള്ളത് ഇവക്കാന്ന്. രാഹുൽ നിന്റെ ഫോണിലോട്ട് അയച്ച മെസ്സേജിന്റെ അർത്ഥം എന്താ? മോളെ, അത് പിന്നെ മിണ്ടരുത്. നീ എന്ത് കണ്ടിട്ടടി നീ അവന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ സമ്മതിച്ചത്? അവൻ നിന്നോട് ഒരു ദിവസം അവന്റെ കൂടെ അതിന് നീ എന്ത് കണ്ടിട്ടടി സമ്മതം മൂളിയത്? എനിക്ക് നേരെ വഴിയില്ലാത്തത് കൊണ്ട് അവന്റെ കയ്യിൽ എന്റെ ഒരു
ബാത്റൂം ക്ലിപ്പിംഗ് ഉണ്ട്, കൂടാതെ എന്റെ ഫോട്ടോസ് മൊത്തം മോർഫ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത് ഇന്റർനെറ്റിൽ ലീക്ക് ചെയ്യണം പറഞ്ഞ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല കുക്കു. അവനെ പോലെ ഒരുത്തന്റെ കൂടെ കിടപ്പറ പങ്കിടുന്നതിനേക്കാളും നല്ലത് നീ ചാവുന്നതടി. ഡി ചേച്ചി ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടി. അവനൊരു മാങ്ങാത്തൊലിയും കാണിക്കില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക. അവൻ കളിച്ചിട്ട് എന്റെ ചേച്ചിയുടെ അടുത്ത ഈ കുക്കു വരാൻ അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കുക്കു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ആ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി ആരോടൊന്നും പറയാതെ ഇത്രയും നാളിങ്ങനെ നീര് നീര് തിരിച്ചില്ലേ നീ. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഞാനില്ലേടി നിന്റെ കൂടെ. കുക്കു പ്ലീസ്, നീ ഈ കാര്യം ആരോടും പറയരുത്. ഇല്ല ചേച്ചി, ഇത് വേറെ ആരും അറിയില്ല. സ്മൃതി, കുക്കു, കഥകു തുറന്നേ. എണീറ്റില്ലായിരുന്നോ? നിങ്ങൾ വരുന്നില്ലേ അമ്പലത്തിലേക്ക്? ഞങ്ങള് കൂടി വന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അത് സാരമില്ല, നമുക്ക് എല്ലാവർക്കും പുറത്തു നിന്ന് കഴിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് പോയി തൊഴുതിട്ട് വരാം. മോള് സ്മൃതിയെ കൂടി വിളിച്ചുണർത്ത്. ശരി ആന്റി. എന്നാ ഞാൻ പോയി ആ കുംഭകർണന്മാരെ വിളിച്ചുണർത്തട്ടെ. ആ ദേവിയെ കഴിഞ്ഞ ഡിഗ്രി റിസൾട്ട് സമയത്ത് കണ്ടതാ, ഒന്നുകൂടെ പോയി കണ്ടേക്കാം. ആഹാ ചേച്ചി എഴുന്നേറ്റോ? വാ നമുക്ക് അമ്പലത്തിൽ അവരുടെ കൂടെ പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ. ചേച്ചി ഇപ്പോഴും അതൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണോ? എന്റെ ചേച്ചി, ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ, അവനൊന്നും ചെയ്യില്ല. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ തുടങ്ങിയ എല്ലാരും ഓരോന്ന് ചോദിച്ചു തുടങ്ങും. നിനക്ക് പിന്നെ അതിനൊരു മറുപടി ഉണ്ടാവില്ല പറയാൻ. അതുകൊണ്ട് എന്റെ ചേച്ചി പോയി കുളിച്ചൊരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ട് വാ. കുക്കു, നീ ഒരുങ്ങിയില്ലേ? ഞാൻ എങ്ങനെ ഒരുങ്ങാനാ ചേച്ചി? എന്റെ ഡ്രസ്സ് മുഴുവൻ എന്റെ റൂമിലല്ലേ. അതാണോ? നീ എന്റെ ഡ്രസ്സ് ഇട്ടോ. നിന്റെ ഡ്രസ്സ് എനിക്ക് പാകമാവില്ല. അത് ശരിയാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിപ്പോ സാരമില്ല, ഇന്നലെ കഴുകിയിട്ട കൂട്ടത്തില് എന്റെ ഒരു ചുരിദാറുണ്ട്, അതെടുത്തിടാ. കുക്കു, അത് കുറച്ച് പഴയതല്ലേ. അത് സാരമില്ല ചേച്ചി, നീ പെട്ടെന്ന് ഒരുക്കി താഴോട്ട്, ഞാൻ ഇവിടെ കാണും. ഗുഡ് മോർണിംഗ് കുക്കു. ഗുഡ് മോർണിംഗ് ഏട്ടാ. ആഹാ, ഏട്ടനങ്ങനെ ഗ്ലാമർ ആയല്ലോ. താങ്ക്സ് മോളു. ഇതെന്താ മോള് ഈ ഡ്രസ് ഇട്ടേക്കുന്നത്? വേറൊന്നുമില്ലേ? ഓ, ഇവിടെ അടുത്തല്ലേ അമ്പലം, ഇതൊക്കെ മതി തന്നെ. പോരല്ലോ, എന്റെ കുഞ്ഞി പെങ്ങള് ചെന്ന് നല്ല ഡ്രസ്സ് ഏതെങ്കിലും ഇട്ടിട്ട് വാ. ഇത് മതി ഏട്ടാ. പോരാ പോരാ, ചെല്ല്, റൂമിൽ ആരുമില്ല. നീ പോയി ഡ്രസ്സ് മാറി നല്ല സുന്ദരി കുട്ടിയായിട്ട് വാ. നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കുരുപ്പേ? എന്റെ റൂമില് ഞാനല്ലാതെ പിന്നെ താ വരുമോ? ഞാൻ ഡ്രസ്സ് മാറാൻ വന്നതാ. ഓ, നിനക്കൊന്ന് മിണ്ടിയും പറഞ്ഞ ഡ്രസ്സ് മാറിക്കൂടെ? പിന്നെ മിണ്ടി പറഞ്ഞ ഡ്രസ്സ് മാറാൻ ഇവിടെ എന്താ പാർലമെന്റ് സമ്മേളനം നടക്കുന്നോ? ഓ, ഒന്ന് ഇറങ്ങി പോവോ? ഞാനൊന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ വേണേ. ഞാനും ഏട്ടനും ഈ റൂമിലുണ്ടെന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? സത്യം പറയടി, നീ എന്റെ സീൻ പിടിക്കാൻ വന്നതല്ലേ? എന്റെ കുളിസീൻ. എടാ, പറ്റിയൊരു സീന് കണ്ടുകൊടുത്താലും മതി. ആടോ, സീൻ പിടിക്കാൻ തന്നെയാ വന്നത്. താൻ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും തന്റെ എല്ലാം ഞാൻ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കും. ഒന്നങ്ങോട്ട് മാറി നിൽക്കണം മഴപ്പാറ്റ്. ഈശ്വര, ആ കാലം വല്ലതും കണ്ടു കാണോ? അവള് വല്ലതും ഇനി കണ്ടു കാണോ? ഇല്ല, ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളതായിരിക്കും. നാണക്കേടായി. എന്തേലും ആവട്ടെ. ദേ സ്മൃതി മോള് വന്നല്ലോ. ആഹാ, സുന്ദരി കുട്ടിയായല്ലോ എന്റെ മോള്. കുക്കു എവിടെ? ഞാനിവിടെ ഉണ്ട് ആന്റി. നമുക്ക് നടന്നു പോയാ പോരെ? നടന്നു പോകാനോ? മോളെ, ഇവിടം വരെ പോയാ മതിയല്ലോ. വാ, നമുക്ക് നടക്കാം. ആന്റി, ഇതൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ബുദ്ധിമുട്ടാ. പോരാത്തതിന് ഇന്നലെ മഴ പെയ്തതുകൊണ്ട് പോകുന്ന വഴിയിലൊക്കെ ചെളിയായിരിക്കും. അതെല്ലാം ഡ്രസ്സിലാവും.
ആ അമ്മ സ്മൃതി പറഞ്ഞത് ശരിയാ. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് ആ ചെളി മൊത്തം ഡ്രസ്സിലാവും. അതുമല്ല അവിടെ എവിടെയെങ്കിലും തെന്നി വീണ ആകെ പ്രശ്നമാവും. നമുക്ക് കാറിൽ പോവാം. വേണ്ടായിരുന്നു അല്ലേ? എന്ത് വേണ്ടായിരുന്നു? ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്ത് കണ്ടിട്ടാന്നല്ല എനിക്ക് മനസ്സിലായി. കൊച്ചുകള്ള ഒന്ന് പൊടി. മോനെ, നീയും സ്മൃതിയും നിരൂപും കുക്കും കൂടെ നമ്മുടെ കാറിൽ പൊയ്ക്കോ. ഞങ്ങള് ജയന്റെ കാറിൽ വരാം. ഗീ, നമുക്ക് പോകാം. വഴി അറിയാവുന്ന ആരെങ്കിലും ഒരാൾ മുമ്പിലിരുന്നോട്ടെ. ആ, വഴി ശരിക്കും അറിയാവുന്ന ആളല്ലേ സ്മൃതി. അപ്പം സ്മൃതി എന്നെ ഇരുന്നോട്ടെ അല്ലേ ഏട്ടാ? മടിച്ചു നിൽക്കാതെ അങ്ങോട്ട് കേറ് ചേച്ചി. നിരൂപേട്ട ഇവിടുന്ന് ലെഫ്റ്റ്. പുറകെ ഇരിക്കുന്നവര് ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയോ? എന്താ കുക്കു ഒന്നും മിണ്ടാത്തത്? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഏയ് ഒന്നുമില്ല ഏട്ടാ. ദേവി, എന്റെ ചേച്ചിയെ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ. എന്റെ ചേച്ചിയുടെ മനസ്സിന് ബലം കൊടുക്കണേ. കുക്കു വാ, നമുക്ക് പോകാം. അമ്മേ, ഞാനിപ്പോ വരാം. കുക്കു, നീ ഇങ്ങോട്ടാ. ഓ പോയി ഇപ്പോഴത്തെ ഒരു കാര്യം. നിമ്മി പോകാം. അല്ല കുക്കു ഇവിടെ? എന്ത് പറയാനാ സീമേ, ഇപ്പൊ വരാന്ന് പറഞ്ഞ അവൾ അങ്ങോട്ട് പോയതാ, ഇതുവരെ വന്നില്ല. ഡാ നിരഞ്ജ, നീ പോയി കുക്കുവിനെ നോക്കിയിട്ടാണേ. ആ അമ്മേ, ഞാൻ നോക്കിയിട്ട് വരാം. ഓ ദേ നിൽക്കുന്നു. ഈ പെണ്ണിന്റെ വട്ടാണോ? തവളയ്ക്ക് പരിണാമം സംഭവിച്ച സാധനം. ആ അമ്മേ, മാറി നിൽക്കണം കാട്ടുമാക്കാനെ. ആഹാ, എന്താടി വിളിച്ചത്? കാട്ടുമാക്കാനായിരുന്നു. ഈ പൊടി വീട്ടിലും മതി. അത് തന്റെ മറ്റവളെ പോയി വിളിച്ചാൽ മതി. ഓഹോ, വീരാൻ പോയപ്പം പിടിച്ചതും പോലെ ഈ സാധനത്തിന്റെ വായിലിരിക്കുന്നതും കേൾക്കണമല്ലോ. ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു മൂക്കും കുത്തി വെള്ളത്തിൽ വീഴുന്നത്. തമ്പുരാട്ടി. ഓഹോ, ഞാൻ വീണിരുന്നെങ്കിലേ നീന്തി കയറിയനെ. തന്നോടാരാ എന്നെ കയറി പിടിക്കാൻ പറഞ്ഞത്? കേറി പിടിച്ചോന്നോ? അയ്യടാ, അങ്ങനെ പിടിക്കാനാണെങ്കിലേ നല്ലതിനെ കേറി പിടിച്ചൂടെ? നിന്നെ പിടിക്കോ? പിടിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. ഇത് അമ്പലപ്പറമ്പായതുകൊണ്ടും എന്നെ അവിടെ അവർ തിരക്കും എന്നുള്ളത് കൊണ്ടും ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. കേട്ടോടാ മഴപ്പാറ്റ്. അയ്യേ, ഒന്ന് പൊടി. ഡോ, തന്നെ ഞാൻ. നീ പൊടി ഈർക്കിലിയാ മതി. നീ പോടാ കഴുതേ. ഡീ, നിന്നെ ഞാൻ. ഡി കുക്കു, നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? അവൾ അമ്പലക്കുളത്തിൽ നിന്ന് സെൽഫി എടുക്കുമായിരുന്നു ആന്റി. എനിക്കിത് എന്തിട്ട് കേടാ പെണ്ണെ, ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തന്നുണ്ടല്ലോ. നിമ്മി, അവളെ ഇങ്ങനെ വെറുതെ വഴക്ക് പറയാതെ. അത് തന്നെ, സാരയില്ല, അവള് കുഞ്ഞല്ലേ. വാ, നമുക്ക് പോകാം. നമുക്കെന്നാ വീട് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയാലോ? ഓക്കെ അച്ഛാ, ഞാൻ റെഡി. എന്നാ പെണ്ണുങ്ങളെല്ലാം വീടിന്റെ അകം വൃത്തിയാക്കട്ടെ. നമുക്ക് പുറം ഭാഗം വൃത്തിയാക്കാം, അല്ലേ ജയ? ആടാ, അങ്ങനെ ചെയ്യാം. ഈ റൂം എനിക്ക് ഇഷ്ടായി. ഇത് ഞാൻ എടുക്കുക. ഈ വീട്ടിലെ ഏറ്റവും വിസ്താരമുള്ള മുറിയാ. ഈ മുറി തന്നെ വേണമായിരിക്കും മോനെ. അതിനിപ്പോ നിനക്കെന്താടി ഈർക്കിലിയാ മതി. ഓ, തന്നെ ഞാൻ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നീര് കണ്ട അന്നേരം തുടങ്ങും രണ്ടുകൂടെ. ഓ, നേരിട്ട് കണ്ട കീയും പാമ്പ രണ്ടും. കുക്കു, ഈ റൂം നിരഞ്ജനേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോട്ടെ. വെറുതെ ഇങ്ങനെ വഴക്കൊണ്ടൊക്കെ ചെയ്യുന്നത്. അതാണ് എന്റെ ഏട്ടത്തി, അങ്ങനെ പറഞ്ഞു കൊടുക്കും. കുക്കു, ഞാനിപ്പോ വരാം. എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. പൊയ്ക്കോ. ഞാൻ ഈ റൂം ഒതുക്കട്ടെ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അയ്യോ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അല്ലെങ്കിൽ വേണ്ട, വെറുതെ നിൽക്കല്ലേ. എന്നെ ആ ബുക്ക് ഷെൽഫ് ഒന്ന് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്നോട് ഞാൻ മലയാളത്തിലല്ലേ നേരത്തെ ചോദിച്ചത് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന്? നേരം എനിക്ക് വേണ്ടായിരുന്നു, എന്നാ ഇപ്പൊ വേണം. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓ, ഇയാളുടെ ഒരു കാര്യം. മോനെ, കുക്കു വാ, ആഹാരം കഴിക്കാം. ദേ വരുന്നു ആന്റി. താൻ വരുന്നില്ലേ? ഇല്ല, താൻ പൊയ്ക്കോ. ഞാൻ ഈ ഷെൽഫോട് സെറ്റ് ചെയ്തിട്ട് ഇതേ വരുന്നു. ഓക്കെ, എന്നാ ശരി.